പിന്നെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അല്ലേ സഫാരി ഗ്രൂപ്പ്. അതെ, അപ്പോൾ ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നാട് കാണി ഈ ചുരത്തിൽ ആനമറി എന്ന് പറഞ്ഞ വളവിലാണ് ഇപ്പോൾ ഉള്ളത്. ആനമറി ഇവിടെ ഒരു ഡേഞ്ചറസ് ആണ് ഏരിയ. മക്ബറുണ്ട്, സിയാർത്തൊക്കെ ചെയ്യണ ഒരു മക്ബറുണ്ട്. അപ്പോൾ ആ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളൊരു 1 ഡേ ടൂറാണ്. ബസ്സിനെ കൂടി വഴി ഞങ്ങൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം കൂടെ ഒന്ന് സ്ഥലം എവിടെ? തിരൂര്. ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ തിരൂരാണുള്ളത്. തിരൂർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഗ്രാമപ്രദേശം പുല്ലൂരാണ്. ഞങ്ങൾ എലിക്കാട്ടിപ്പറമ്പ്. അപ്പം ഞങ്ങൾ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടതാണ്. ഞങ്ങൾ മസിനക്കുടി വഴി ഊട്ടിയിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ഗുണ്ടൽപേട്ട വഴി, മുത്തങ്ങ വഴി, വയനാട് വഴി, അങ്ങനെ കാലിക്കറ്റ് വഴി തിരിച്ച് പുല്ലൂർ എത്തുന്നതാണ്. പെരുന്നാൾ ട്രിപ്പാണ്. ഇവിടെ ബ്ലോക്ക് ആയത് കാരണമാണ് ഇതുവരെ ഞങ്ങൾ എത്താഞ്ഞത്. അപ്പോൾ നമ്മളെ മുസ്തു ഋഷു അത് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സീ യു. അപ്പം നമ്മുടെ യാത്ര ഇപ്പോൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. ഇനി പള്ളിയിൽ പോയി നിസ്കരിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് യാത്ര തുടരും. ഇതൊക്കെ മടക്കിയൊക്കെ പള്ളി പോട്ടെ. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. പക്ഷേ നമുക്ക് പറ്റിയ ഹോട്ടലുകളൊന്നും ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി തിരിച്ചു വന്ന് ഇനി വേറെ വല്ല ഹോട്ടലുണ്ടാന്ന് നോക്കുകയാണ്. നമുക്ക് പറ്റിയ കേരള ഫുഡ് കിട്ടുക, ചോറ് കിട്ടണ്ടേ, അതാണ്. ഭക്ഷണം കഴിക്കാനാണ് പോണത്. നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോണ വഴി നക്ഷത്ര ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ഒരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ പോയിട്ട് വെജിറ്റേറിയൻ നല്ല ഊണ് കഴിക്കാനാണ് നമ്മൾ അടുത്ത പ്ലാൻ. ഓക്കെ, അപ്പോൾ പോവാം. നിസ്കാരം കഴിഞ്ഞപ്പോൾ എല്ലാം വത്തക്ക കൊടുന്നിരുന്നു. വത്തക്ക മുറിക്കണ പരിപാടിയിലാണ് ഇപ്പോൾ. അപ്പോൾ ആസിഫായാണ് വത്തക്ക മുറിക്കണേ. എങ്ങനെയുണ്ട് ആസിഫായ്? എങ്ങനെയുണ്ട് വത്തക്ക? സൂപ്പറാണോ? സൂപ്പറാണ്, പക്ഷേ തണുത്തോണ്ട് നിൽക്കാൻ വയ്യ ഇവിടെ. അത്യാവശ്യം നല്ല തണുപ്പാണ് ഇപ്പോൾ. എല്ലാം റക്കീബേ നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല പരിപാടിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ. റോഡ് സൈഡിൽ നിന്ന് വത്തക്ക മുറിക്കുകയാണ്, അതിൻ്റെ പരിപാടിയിലാണ്. പക്ഷെ കളറൊക്കെ കുറവല്ല, കളറ് കുറവാണ്. നല്ല മധുരം കിട്ടാ, മധുരം മാർക്കറ്റാട്ടാ. ഇത് ഊട്ടിയിലെ ടിബറ്റൻ മാർക്കറ്റാണിത്. 24 hour. നമ്മളെ ഇന്ത്യ, നേപ്പാള്, ടിബറ്റ് എന്നുള്ള സ്ഥലത്തുള്ള ആളുകളെ ഒന്ന് അടിപൊളി ക്യാരറ്റ് ഇട്ടാ, നല്ല ഫ്രഷ് ക്യാരറ്റ്.
അപ്പോൾ ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനിലെത്തി നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ മസിനഗുഡി വഴി ഗുണ്ടൽപേട്ട് എല്ലായിടത്തും പോകണം. ആൻഡ് മുത്തങ്ങ ടു കാലിക്കറ്റ് ആൻഡ് തിരൂർ. ടിക്കറ്റ് എടുത്താ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കും കേട്ടോ. 100 രൂപയാണ്. അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. Stranded in the open, dried out. 6 മണിക്ക് തിരൂരിൽ നിന്നും പുറപ്പെട്ടതാണ്. ഇപ്പോൾ ഏകദേശം ടൈം എന്താ? ഏകദേശം 4 മണി കഴിഞ്ഞു. അപ്പോൾ ഗതാഗതം കംപ്ലീറ്റ് റക്കീബ് മിസ്റ്റർ റക്കീബാണ്. ബിസിനസ്മാൻ, ദുബായ് ബിസിനസ്മാൻ ആണ് ഏറ്റെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് എനിക്ക് തന്നിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് തരാത്തത്. ഓർഗനൈസർ അസീസാണ്. അതെ, അപ്പൊ ഇതിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അതെ അതെ, ഒരുപാട് ട്രിപ്പ് ഇതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് പരിചയമുള്ള. അപ്പൊ നമ്മള് മസിനഗുഡി വഴി, ഗുണ്ടൽപേട്ട വഴി, വയനാട് വഴി, കാലിക്കറ്റ് വഴി ആൻഡ് തിരൂർ ഞങ്ങള് പുറപ്പെടാൻ പോവുകയാണ്. വൈബാണ്. കാരണം ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേ അതെ, നമുക്ക് മൊത്തമായിട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടുകയാണ്. ശരിയാണ്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണ് പറഞ്ഞത്. എൻ്റെ ഒരു വ്യൂ പോയിൻ്റാണ്. Stranded in the open, dried out tears of sorrow, lacking all emotion, staring down the barrel, waiting for the final. അപ്പോൾ വന്നവരൊക്കെ ചോക്ലേറ്റ് വാങ്ങാനുള്ള പരിപാടിയാണ്. നല്ല അടിപൊളി ചോക്ലേറ്റ് കിട്ടും ഇവിടെ. ഓർഗാനിക് ഒറിജിനൽ ചോക്ലേറ്റ്. ഓർഗാനിക് ചോക്ലേറ്റ് ആണ്. പല ടേസ്റ്റും പല ഫേവറേറ്റ് ചോക്ലേറ്റുകളാണ്. ഇനി അത് വാങ്ങാനുള്ള പരിപാടികളാണ്. എല്ലാവരും വാങ്ങി. നിങ്ങൾ ഊട്ടിൽ വരുമ്പോൾ ഇവിടെ ഒന്നും വരാൻ മറക്കണ്ട. ബൊട്ടാണിക്കൽ ഗാർഡന്റെ അടുത്താണ് ചോക്ലേറ്റ് സ്ട്രീറ്റ് ഉള്ളത്. എന്താ ഊട്ടിയാ
പപ്പായ റെഡ് ലേഡി. ആ ഇത് എവിടുന്ന് കൊടുന്നാ? ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടതാണ്. തിരൂരിന്ന് അല്ല സംഭവം. ഇത് ഗുഡലൂർന്നൊക്കെ വരുന്ന സാധനം തന്നെയാണ്. പക്ഷെ തിരൂരിന്ന് വാങ്ങിയതാണ്. റെഡ് ലേഡി ആണിത്. ഇത് നല്ല പഴുക്കണം. ഇത് കഴിച്ചാട്ടല്ലോ പിന്നെ ഒന്നും വേണ്ട. അത്യാവശ്യത്തിന് പോയെത്തിക്കണേ. ഇനി കുറച്ച് കഴിയുമ്പോൾ പോയത്തോളൂ. അപ്പോൾ കഴിക്കാനുള്ള പരിപാടി അല്ലേ? പപ്പായന്റെ പേരെന്താ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളിയാണോ? നല്ല മധുരം ഉണ്ടോ? സൂപ്പറാണ്. എന്താ റക്കീബ്, ഉഷാറാണോ? അടിപൊളി മധുരം തന്നെ. ഇതൊക്കെ ഓർഗാനിക് ഐറ്റം തന്നെയല്ലേ? ഓർഗാനിക്. ഓക്കെ. ഞങ്ങൾ ഫുള്ള് യാത്രയിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അതെ കഴിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ ഗൾഫിലൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ? തണ്ണിമത്തന്, അതേപോലെ തന്നെ പപ്പായ, ഓർഗാനിക്കാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ചോറ് ഞങ്ങൾ യാത്രയിൽ അടുപ്പിക്കൂല. ചോറല്ലേ? ചിക്കൻ ഇല്ല, മട്ടൻ ഇല്ല, മീനില്ല, ഒന്നുമില്ല. ഈ വക അരിശി ചോറ്. ഓക്കെ. ഇവിടെ ഒരുപാട് തിന്നണമെങ്കിൽ തിന്നോ, വേറെ ടീമുകളുണ്ട്. മുതലിട്ടൂലട്ടാ. ഇഷ്ടം പോലെ അതൊക്കെ കിട്ടും. അപ്പൊ നമ്മളുള്ളത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ അതിന്റെ നല്ല ഒരു ആംബിയൻസിലാണ് ഉള്ളത്. അപ്പോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനുണ്ടല്ലോ. പക്ഷെ എന്താ പറയാ, ഞങ്ങൾ കേരളത്തിലേക്ക് വരണോ വരണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 42 ഡിഗ്രിയാ കേരളത്തിൽ ചൂട്. ഇവിടെ ഇപ്പൊ എത്ര? ഒരു 20 ഡിഗ്രി. 20 ഒന്നുമില്ല, 20 ഇല്ല, 20 കുറവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ കൂടാനുള്ള പരിപാടി ഇങ്ങനെ നമ്മൾ വന്നത് ഉച്ചന്റെ സമയത്ത് വെയിലടിക്കുന്ന സമയത്ത് ചെറിയ വെയിലിന്റെ ഒരു രശ്മികളൊക്കെ അടിച്ചിട്ട് ഒരു ചെറിയൊരു വെയിലുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ നല്ല കാലം, നല്ല തണുപ്പ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ, തണുപ്പ്. അപ്പോ ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കാന് കുറെ ദിവസങ്ങൾ ഇങ്ങനെ ചെലവഴിക്കാൻ ഇപ്പോ കേരളത്തിലെ ചൂട് വെച്ച് നമ്മൾ സമയത്ത് ഊട്ടിലേക്ക് വന്നാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇപ്പോഴാണ് ഇവിടെ സത്യത്തിൽ വിസിറ്റ് ചെയ്യേണ്ട സമയം. ഈ ഏപ്രിൽ, മെയ്, മാർച്ച് മാസങ്ങളിൽ ഊട്ടി പ്രത്യേകിച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തൽക്കാലം ബൊട്ടാണിക് ഗാർഡനോട് വിട പറയുകയാണ് തൽക്കാലത്തേക്ക്. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഈ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല. എന്നാലും പോകുമല്ലാതെ നിവൃത്തിയില്ല. ഞങ്ങളിനി മസനഗുഡി വഴി വൈൽഡ് ലൈഫുമായിട്ട് ഷെയ്ക്കാൻ്റെല്ലാം കൊടുത്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം.